ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമ്മളോടൊപ്പം നമ്മുടെ ഇൻ ഹൗസ് എക്സ്പേർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദ ഷോ. Good morning and good morning viewers. ഏതായാലും നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്നലെ വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ അവസാന അരമണിക്കൂറുകളിൽ ഒരു നേട്ടം തിരിച്ചു പിടിക്കുന്ന ഒരു റിക്കവറി സ്റ്റേജ് മാർക്കറ്റ് പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നു. നിലവിൽ 21,711 എന്നുള്ള ഒരു നിലവാരത്തിൽ ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് ഇന്ന് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. അഡ്വാൻസ്ഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുമ്പോഴും ഇന്ന് ബുൾസിന് അനുകൂലമായിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഇന്നത്തെ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള താങ്കളുടെ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണ്? So, നമ്മൾ കഴിഞ്ഞ ഒരു 5-8 സെഷൻസ് ആയിട്ട് വി ഹാവ് ബീൻ സീയിങ് കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് ആൻഡ് ഇന്നലത്തെ ക്ലോസിംഗിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഫോം ചെയ്യാവുന്ന വ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ദി കറക്ഷൻ ഇസ് ഓവർ. സോ ഇന്ന് നിഫ്റ്റി നമുക്കൊരു നേരിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ആൻഡ് ഇതേപോലെ നിഫ്റ്റി 50ക്ക് ഇന്ന് തുടരാൻ സാധിച്ചു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു സീ എ റെക്കോർഡ് ഓൾ ടൈം ഹൈ ഫോർ ദ നിഫ്റ്റി 50. നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 21,400 പോയിന്റ്. എനിക്ക് തോന്നുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അതിനെ തുടർന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവോയ്ഡ് ഷോർട്ട് പൊസിഷൻസ് ഇൻ ദ മാർക്കറ്റ്. പൂർണ്ണമായിട്ട് ഷോർട്ട് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ആൻഡ് നല്ല ഫൈനാൻഷ്യൽസ്, നല്ല മാനേജ്മെന്റ് ഉള്ള കമ്പനീസിന്റെ ഷെയർസ് വാങ്ങാനായിട്ടുള്ള സ്ട്രാറ്റജീസ് ഫോം ചെയ്യുക. സർ, നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിലും 0.5% മുകളിൽ നേട്ടത്തിൽ 47,630.4 എന്നൊരു റേഞ്ചിലാണ്. അതായത് ഇൻട്രാഡേ ഹൈ ആൻഡ് ലോ ആദ്യ മിനിറ്റുകൾ നോക്കുകയാണെങ്കിലും 47,000 എന്നൊരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റി ബാങ്കിന് സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഈ ഒരു സൂചികയിൽ സാറിൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള ഓഹരികൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴും നിഫ്റ്റി 50യെ പോലെ തന്നെ ട്രേഡിംഗ് പാറ്റേൺ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സും ഇന്ന് കാലത്ത് നൽകിയിരിക്കുന്ന ഒരു നേരിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 47,000 പോയിന്റ് ആയിരിക്കണം. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ then the short term trend will turn bearish. നിഫ്റ്റി സ്റ്റോക്സ് നോക്കുമ്പോഴേക്ക് ഏറ്റവും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്ന ഹെവി വെയ്റ്റ്സിൽ ഇറ്റ് ഇസ് ഇൻ ICICI ബാങ്ക് ആൻഡ് HDFC ബാങ്ക്. പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ സെക്ടറൽ സൂചികകളിൽ ഏറ്റവും ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിഫ്റ്റി IT ആണ്. ഇന്ന് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളായിട്ടുള്ള ഇൻഫോസിസ്, TCS തുടങ്ങിയ ഓഹരികളുടെയൊക്കെ ഒരു Q3 റിസൾട്ടുകൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മാർക്കറ്റ്. അതിനോടനുബന്ധിച്ച് TCSിലേക്കും ഇൻഫോസിസിലേക്കും നോക്കുമ്പോൾ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇൻഫോസിസിന്റെ ഇടിവ് 1.23% രേഖപ്പെടുത്തിയിട്ടുള്ളതും. ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വ്യാപാരത്തിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഒപ്പം നിഫ്റ്റി IT കുറിച്ചുള്ള താങ്കളുടെ ഒരു ഔട്ട്ലുക്ക്. സോ നിഫ്റ്റി IT വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റി ITയുടെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് ദ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ഇൻ എ കറക്റ്റീവ് മോഡ്. ഒരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി IT ഇൻഡെക്സിൽ നമുക്ക് തിരിച്ച് ബുള്ളിഷ്നെസ് വരുന്നുവെങ്കിൽ 35,180 പോയിന്റിന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ഇന്ന് ക്ലോസ് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം അത് നടക്കുമെന്ന് പറയാൻ സാധിക്കുന്നില്ല. ആൻഡ് മേജർ സപ്പോർട്ടായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 34,200 പോയിന്റ്. സോ ദീസ് ആർ ദ ടു ഇമ്പോർട്ടന്റ് ലെവൽസ്. നൗ ഇൻഫോസിസിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ഇൻഫോസിസിൽ ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഇൻഫാക്ട് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ എടുക്കുമെങ്കിൽ ഇൻഫോസിസിലെ ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി. ബിക്കോസ് ഇൻഫോസിസിൽ നമുക്ക് അങ്ങനെ ഒരു മുന്നേറ്റം റിക്കവറി വന്നാൽ തന്നെ ടു മെനി റെസിസ്റ്റൻസ് ഏരിയാസ്, റിസ്ക് ടു റിവാർഡ് റേഷ്യോ ഒട്ടും ഫേവറബിൾ ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സർ, നിഫ്റ്റി ഓട്ടോയിലേക്ക് നോക്കിയാൽ വളരെ ആദ്യ മിനിറ്റിൽ ശക്തമായിട്ടൊരു മുന്നേറ്റമാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹീറോ മോട്ടോ കോർപ്പ്, ഭാരത് ഫോർജ് തുടങ്ങിയ ഓഹരികളെല്ലാം തന്നെ ഒരു പുതിയ 50 വീക്ക് ഹൈ സൃഷ്ടിക്കാനും സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഭാരത് ഫോർജിലേക്ക് വരുമ്പോൾ പുതിയൊരു സർവകാല ഉയരമാണ് ഭാരത് ഫോർജ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 1,296 എന്നൊരു റേഞ്ച്. നിലവിൽ നോക്കുകയാണെങ്കിലും ഏകദേശം ആ ഒരു റേഞ്ചിന് വളരെ അടുത്ത് നിന്നുകൊണ്ട് തന്നെയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 1,293.7 എന്നൊരു റേഞ്ചിൽ ഓഹരി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ശക്തമായിട്ടൊരു നേട്ടം നൽകിയ ഒരു ഓഹരി കൂടിയാണ്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് അതിൻ്റെ മുന്നോട്ടേക്കുള്ള വ്യൂ എന്താണ്? അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ഓട്ടോയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് കൂടി പങ്കുവെക്കാമോ?
സോ ഭാരത് ഫോർജ് എക്സ്ട്രീംലി സ്ട്രോങ്. ഒക്ടോബർ 26-ന് ശേഷം തുടർച്ചയായിട്ട് നമുക്ക് നേട്ടം നൽകിയ ഒരു സ്റ്റോക്കാണ് ഭാരത് ഫോർജ്. And it's not just a 52-week high, it is an all-time high for Bharat Forge. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസബിൾ അല്ല. നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് എടുക്കുമ്പോഴേക്കും ഓട്ടോ ഇൻഡെക്സ് വന്നിട്ട് 18,700 പോയിന്റ്സിന്റെ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. 18,700, 18,800 ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. And absolutely no weakness in auto index. യെസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ റിയൽറ്റി സൂചികയിൽ നിന്നും ഇന്നിപ്പോൾ DLF ഒരു റെക്കോർഡ് ഹൈയിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കാണാം. 801.65 എന്നുള്ളൊരു നിലവാരത്തിലാണ് DLFന്റെ വ്യാപാരം മുന്നോട്ട് പോകുന്നത്, 6%. DLFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് സെയിലുകളൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആഗോള ബ്രോക്കറേജ് ആയിട്ടുള്ള ജെഫ്രീസ് അടക്കം ഈ ഒരു സ്റ്റോക്കിന്റെ ടാർഗറ്റ് പ്രൈസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. DLFനെ സംബന്ധിച്ചിടത്തോളം ഈ നിലവിലെ ഒരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒപ്പം വാച്ച് ചെയ്യേണ്ട ലെവലുകൾ DLFൽ ഏതൊക്കെയാണ്? DLFിലൊക്കെ ജെഫറീസ് ഇപ്പോൾ അവര് സ്റ്റോക്കിന്റെ പ്രൈസ് അപ്ഗ്രേഡ് ചെയ്തെങ്കിൽ ഞാൻ അത് വളരെ വൈകിപ്പോയെന്ന് ഞാൻ വിലയിരുത്തത്തുള്ളൂ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് DLFില് ബൈയിങ് അവസരം ലഭിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലായിരുന്നു. സ്റ്റോക്കിന്റെ വില അന്ന് വെറും 480, 500 റേഞ്ചിലായിരുന്നു അന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് അറ്റ് 810 റുപ്പീസ് ആ ഒരു റേഞ്ചിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. സോ ഈ ഹൈ ലെവൽസിൽ ഒരിക്കലും ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യത്തില്ല. ആൻഡ് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ബട്ട് ഇതിൽ അഗെയിൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഒക്ടോബർ മാസത്തിലായിരുന്നു ഇതിന്റെ ഒരു മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുക 520 രൂപയിൽ. സോ ആസ് ലോങ് ആസ് ദ നിഫ്റ്റി 50 ബുള്ളിഷ്നെസ് തുടരുമ്പോൾ DLFന്റെ കേസിൽ നമുക്ക് അല്പം കൂടെ മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ബി വെരി വെരി കെയർഫുൾ വിത്ത് എ ന്യൂ ലോങ് പൊസിഷൻ. സാർ, ഇന്നിപ്പോൾ പോളിക്യാപ്പ് ഓഹരികളിലേക്ക് നോക്കുകയാണെങ്കിലും ഇന്നലെയും ഇന്നുമായിട്ട് ശക്തമായിട്ടൊരു ഇടിവാണ് ഓഹരിയിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ഏകദേശം 7% മുകളിൽ ഓഹരി ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വ്യാപാരം തുടങ്ങിയ ആദ്യ മിനിറ്റുകൾ തന്നെ 15% ഇടിവ് രേഖപ്പെടുത്തി 4175.1 എന്നൊരു റേഞ്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1000 കോടി രൂപയുടെ ഒരു അൺഅക്കൗണ്ടഡ് മണി കണ്ടെത്തിയതായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. പോളിക്യാപ്പ് ഇന്ത്യയിൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? കയ്യിൽ നിന്ന് ഒഴിവാക്കാൻ, പോർട്ട്ഫോളിയോ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു സമയമായിട്ടുണ്ടോ പോളിക്യാപ്പ് ഇന്ത്യ? തീർച്ചയായിട്ടും പോളിക്യാബില് നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും വലിയൊരു ഇടിവ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും ദ ബെസ്റ്റ് സ്ട്രാറ്റജി ഇസ് ടു സിംപ്ലി ക്ലോസ് ദ ലോങ് പൊസിഷൻ. കാര്യം നമ്മളൊരു കമ്പനിയിൽ ഇത്രയും വലിയൊരു പ്രോബ്ലം വരുന്ന സമയത്ത് ആ നമ്മുടെ പ്രഷ്യസ് ക്യാപിറ്റൽ ഈ സ്റ്റോക്കിൽ ലോക്കപ്പ് ചെയ്യുന്നത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് സ്ട്രാറ്റജി. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ക്ലോസ് ഇറ്റ്. സ്റ്റോക്ക് ഒരു ബോട്ടം ലെവലിലോട്ട് എത്തട്ടെ, അപ്പം നമുക്ക് തിരിച്ച് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കണോ വേണ്ടോ എന്ന് അപ്പം തീരുമാനിക്കാം. യെസ് സർ, അതോടൊപ്പം തന്നെ PSU ബാങ്ക് സൂചികയിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും അധികം മുന്നേറ്റം കാഴ്ചവെക്കുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരികളിലാണ്. നിലവിൽ 1.86% ഈ ഒരു ബാങ്കിങ് ഓഹരി നൽകുന്ന ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്പനിയുടെ Q3 ബിസിനസ് അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആഗോളതലത്തിൽ മൊത്തം ബിസിനസ് കൃത്യമായിട്ടുള്ള ഒരു ഉയർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാണ് ബാങ്ക് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ 120.4 എന്നുള്ളൊരു നിലവാരത്തിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഒരു സ്റ്റോക്കിന്റെ സാധ്യതകൾ എത്രമാത്രമാണ്? സോ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. എങ്കിൽ പോലും കഴിഞ്ഞൊരു 5-8 സെഷൻസിൽ നമ്മൾ സ്റ്റോക്കിന്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ 105-120 റേഞ്ചിൽ ദസ് ആക്ച്വലി കൺസോൾട്ടേഷൻ ഹാപ്പനിങ്. സോ ഒരു 123 രൂപയുടെ മുകളിൽ ശക്തമായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഒത്തിരി നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ്സും കാണുന്നില്ല.
സർ, ഇപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ ഓഹരികളിലേക്ക് നോക്കുകയാണെങ്കിൽ ശക്തമായിട്ടൊരു മുന്നേറ്റമാണ് ആക്സിസ് ബാങ്കിൽ കാണാൻ സാധിക്കുന്നത്. 1.47% നേട്ടത്തിൽ 1123.3 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ 52 ഹൈ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഡിസംബർ 5-ാം തീയതി 1151 എന്നൊരു റേഞ്ചിലായിരുന്നു 1151.85 എന്നൊരു റേഞ്ചായിരുന്നു. ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ച് അതിൻ്റെ മുന്നോട്ടേക്കുള്ള വ്യൂ എന്താണ്? വെരി വെരി ബുള്ളിഷ്. ആൻഡ് ആക്സിസ് ബാങ്കിൽ ആക്ച്വലി നമ്മൾ ഒരു ഷോർട്ട് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും നമുക്കൊരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ നമ്മളൊരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1095 രൂപയായിരിക്കണം നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യേണ്ടത്. ആൻഡ് സ്റ്റോക്കിൽ അടുത്ത കാലത്ത് ഓൾ ടൈം ഹൈ വന്നിരുന്നു അറൌണ്ട് 1152 രൂപയ്ക്ക് അടുത്ത്. ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് റെസിസ്റ്റൻസ് ടു വാച്ച്. യെസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ വേദാന്തയുടെ സ്റ്റോക്കുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്ന അപ്ഡേറ്റ്സ് പ്രകാരം റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള മൂഡീസ് ഓഹരികളുടെ ഈ കമ്പനിയുടെ ഒരു റേറ്റിംഗ് താഴ്ത്തിയതിന് ശേഷം ഓഹരികളിൽ കാര്യമായിട്ടുള്ള ഒരു ഇടിവ് ഇന്നലത്തെ ആദ്യഘട്ട വ്യാപാരത്തിൽ പ്രകടമായിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഒരു തിരിച്ചുവരവ് വേദാന്ത നടത്തിയിട്ടുണ്ട് എന്ന് കാണാം. നിലവിൽ 1% അടുത്താണ് വേദാന്ത നൽകുന്ന ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഓഹരിയുടെ അവസാനത്തെ ഒരു 52 വീക്ക് ഹൈ രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ജനുവരി 20 നൽകിയിട്ടുള്ള 340 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ്. അവിടെ നിന്നും നാളെ ഇത്രയായിട്ടും കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം വേദാന്തയിൽ കാണാൻ സാധിക്കുന്നുമില്ല. വേദാന്തയെ സംബന്ധിച്ചിടത്തോളം ഹോൾഡ് ചെയ്യുന്ന നിക്ഷേപകർ പ്രധാനമായിട്ടും സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? വേദാന്ത ഫൈനാൻഷ്യലി ഒരു മികച്ച കമ്പനിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഒത്തിരി കടബാധ്യതകളുള്ള ഒരു സ്റ്റോക്കാണ്. സോ നമുക്ക് വേദാന്തയെ അപേക്ഷിച്ച് നമുക്ക് നിരവധി സ്റ്റോക്കുകളുണ്ട്. റിസ്ക് ടു റിവാർഡ് റേഷ്യോ നമുക്ക് ഒത്തിരി ഫേവറബിൾ ആയിട്ടുള്ളത്. സോ പേഴ്സണലി അഗെയിൻ പോളിക്യാബിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ വേദാന്തയിലെ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ക്ലോസ് ഇറ്റ്. ആ ക്യാപിറ്റൽ നമുക്ക് മറ്റ് പല സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. സർ, അതിനോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആർത്തി ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. ആർത്തി ഇൻഡസ്ട്രീസ് ഇന്നിപ്പോൾ 0.84% നേട്ടത്തോടു കൂടി 608.7 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 52 ഹൈ റേഞ്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡിസംബർ 29-ാം തീയതി 661.5 എന്നൊരു റേഞ്ചിലുമായിരുന്നു. അതിനോടൊപ്പം തന്നെ ചേർത്ത് കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊരു ഇന്റർനാഷണൽ ഫേമുമായിട്ട് ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടു. ഏകദേശം 3000 കോടി രൂപയുടെ റവന്യൂ പൊട്ടൻഷ്യലുള്ള എഗ്രിമെന്റ് ആണ് നേടിയതുമെന്നൊരു അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആർത്തി ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് സാറിന്റെ വ്യൂ എന്താണ്? സോ ആർത്തി ഇൻഡസ്ട്രീസ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ പോസിറ്റീവ്, വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നല്ല ലോ റിസ്ക് ആയിട്ടൊരു ബുള്ളിഷ് സെറ്റപ്പ് സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ നമുക്കൊരു ലോങ് പൊസിഷൻ സ്വീകരിക്കാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 595 രൂപ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. മേജർ റെസിസ്റ്റൻസ് സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത് ബിറ്റ്വീൻ 655-665. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിങ് അതുപോലെ തന്നെ ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോൺ ബാങ്കിങ് ഫൈനാൻസ് സെക്ടർ എന്ന് പറയുന്നത്. RBIയുടെ ഒരു ചട്ടക്കൂടിന് കീഴിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നിക്ഷേപകരുടെ ഒരു ഗുഡ് ലിസ്റ്റിലുള്ള ഒരു കമ്പനികളാണ് ഈ NBFC സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇന്നിപ്പോൾ ചോളമണ്ഡലത്തിന്റെ ഓഹരികളിലേക്ക് വരുമ്പോൾ നിലവിൽ 1.41% നേട്ടമാണ് സ്റ്റോക്ക് നൽകുന്നത്. 1233 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ. ഏറ്റവും ഒടുവിലത്തെ ഒരു 52 വീക്ക് ഹൈ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു കഴിഞ്ഞ ആഴ്ചകളിലെ 1305 എന്നുള്ള ഒരു നിലവാരത്തിലുമാണ്. ചോളമണ്ഡലത്തിനെ കുറിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എങ്ങനെയാണ്? സോ ചോളമണ്ഡലം ലോങ് ടേം നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ അതിന്റെ ഒരു പീക്ക് ലെവൽ അറൌണ്ട് 1280 രൂപയായിരുന്നു. സോ അതിനുശേഷം ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അറൌണ്ട് 1305 വീണ്ടും നമുക്കൊരു ടോപ്പ് കാണാൻ സാധിച്ചു. സോ ബിറ്റ്വീൻ 1080-ഉം 1300-ഉം തമ്മിൽ ഒരു ട്രേഡിംഗ് റേഞ്ച് ഫോം ചെയ്തിട്ടുണ്ട്. സോ ഈ 1300 രൂപയുടെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സ്റ്റോക്കിലെ ശക്തി കാണാൻ സാധിക്കത്തുള്ളൂ. ബട്ട് ഒരു നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനിയെ കുറിച്ച് സംസാരിച്ചതുകൊണ്ട് ഇന്ന് ആക്ച്വലി ഏറ്റവും അധികം നമുക്ക് നേട്ടം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു NBFC സ്റ്റോക്ക് ഇസ് ആക്ച്വലി ശ്രീറാം ഫിനാൻസ്.
ശ്രീറാം ഫിനാൻസിന്റെ കേസിൽ ദ ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. കഴിഞ്ഞ 3 സെഷൻസിൽ നമുക്ക് ആ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് കറന്റ് ലെവൽസിൽ ഐ തിങ്ക് ദർ ഇസ് എ പ്രിറ്റി ലോ റിസ്ക് ബൈങ് അവസരം. ആൻഡ് ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 2130 രൂപയായിരിക്കണം. ആൻഡ് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യാവുന്നത് 2200 രൂപയാണ്. സർ, ആ ഒരു സെഗ്മെന്റിൽ തന്നെ കേരള കമ്പനി മണപ്പുറം ഫൈനാൻസിനെ കൂടി ബന്ധപ്പെട്ട് ചോദിക്കുകയാണ്. ഇന്നലെ ശക്തമായിട്ട് ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ഓഹരി കൂടിയായിരുന്നു മണപ്പുറം ഫൈനാൻസ്. നിലവിലിപ്പോൾ 3.06% നേട്ടത്തിൽ 173.2 എന്നൊരു റേഞ്ചിലാണ് മണപ്പുറം ഫൈനാൻസിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മണപ്പുറം ഫൈനാൻസിനെ സംബന്ധിച്ച് മുന്നോട്ടേക്കുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? ഈ ഒരു ഓഹരിയിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, മണപ്പുറം ഫിനാൻസിന്റെ അൺഫോർച്ചുനേറ്റ്ലി ഐ എം നോട്ട് കംഫർട്ടബിൾ ഈ സ്റ്റോക്കിന്റെ വോളറ്റിലിറ്റിയെ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും. സോ ഈ സ്റ്റോക്കിലും നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി ലോങ് പൊസിഷൻ ക്ലോസ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ബിക്കോസ് കമ്പയർഡ് ടു റിസ്ക് ആൻഡ് റിവാർഡ് ഇതിനേക്കാൾ മികച്ച റിസ്ക് റിവാർഡ് റേഷ്യോ നൽകുന്ന നിരവധി സ്റ്റോക്സ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സർ, അതോടൊപ്പം തന്നെ മറ്റൊരു പൊതുമേഖലാ കമ്പനിയായിട്ടുള്ള 3.46% നേട്ടം നൽകുന്ന മാംഗ്ലൂർ റിഫൈനറിയെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ 138 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് മുന്നേറ്റം നൽകുന്നത്. മാംഗ്ലൂർ റിഫൈനറിയിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ മാംഗ്ലൂർ റിഫൈനറി ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സ്മോൾ ക്യാപ് റിഫൈനിങ് സ്റ്റോക്സ് ഒക്കെ തന്നെ മുന്നേറുന്നത് യൂഷ്വലി ലാർജ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്. അതായത് ഇത് രണ്ടും തമ്മിൽ ഒരു കോറിലേഷൻ ട്രേഡിംഗ് പാറ്റേണിൽ കാണാറുണ്ട്. സോ ഹിന്ദുസ്ഥാൻ പെട്രോളിയം, IOC, ഭാരത് പെട്രോളിയം ആ സ്റ്റോക്കിലൊക്കെ മുന്നേറുന്ന സമയത്ത് ഇത്തരം സ്റ്റോക്കിലും പിന്നീട് നമ്മൾ മുന്നേറ്റം കാണാറുണ്ട്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ബട്ട് ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന് 140 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ we are possibly going to see a lot more bullish momentum. സർ, അതിനോടൊപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ശക്തമായിട്ടൊരു നേട്ടം നൽകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 1.32% നേട്ടത്തിൽ 2685 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ 52 ഹൈ നോക്കുകയാണെങ്കിലും ജൂലൈയിലായിരുന്നു ഒരു 52 ഹൈ റേഞ്ചായിട്ട് 2856 എന്നൊരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നീട് വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. റിലയൻസുമായി ബന്ധപ്പെട്ട് സാറിന്റെ വ്യൂ എന്താണ്? ആക്ച്വലി റിലയൻസ് വളരെ സൈലന്റ് ആയിട്ട് ഒക്ടോബറിന് ശേഷം ഒരു ഔട്ട് പെർഫോമിംഗ് സ്റ്റോക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ആക്ച്വലി നമ്മൾ ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ തന്നെ ഇത് 52 വീക്ക് ഹൈ അല്ല, ഇന്നലത്തെ ട്രേഡിംഗിൽ തന്നെ സ്റ്റോക്ക് പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈയിലായിരുന്നു ക്ലോസ് ചെയ്തത്. സോ ആക്ച്വലി നിഫ്റ്റിയിൽ ഈ തിരിച്ച ഒരു ബുള്ളിഷ്നെസ് 3-4 സെഷൻസിന് ശേഷം തിരിച്ച ബുള്ളിഷ്നെസ് വരാനുള്ള ഒരു പ്രധാന കാരണം ഇസ് ആക്ച്വലി ദ സ്ട്രെങ്ത് ഇൻ റിലയൻസ്. ആൻഡ് നാച്ചുറലി റിലയൻസിൽ നമ്മൾ ഒത്തിരി ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ബിക്കോസ് ഐ ഫീൽ ദാറ്റ് റിലയൻസ് ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് അപ്സൈഡ് പൊട്ടൻഷ്യൽ. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ 10% നേട്ടം നൽകുന്ന സെൻകോ ഗോൾഡ് നിലവിൽ 813.7 എന്നുള്ളൊരു നിലവാരത്തിലാണ് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 839 രൂപ റേഞ്ചിലാണ്. അവിടെ നിന്നും 850 എന്നുള്ള ഒരു ഹൈ കൂടി, ഇൻട്രാഡേ ഹൈ കൂടി ഈ സ്റ്റോക്ക് ടച്ച് ചെയ്തിരിക്കുകയാണ്. സെൻകോ ഗോൾഡിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വളരെ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, അധികം ട്രേഡിംഗ് ഹിസ്റ്ററി ഇല്ലാത്ത ഒരു സ്റ്റോക്ക്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ 2023 ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. സെപ്റ്റംബർ മാസത്തിൽ 380 രൂപയിൽ ഒരു ബോട്ടം സൃഷ്ടിച്ചതിനെ തുടർന്ന് ഇറ്റ് ഹസ് ബീൻ കണ്ടിന്യൂസ്ലി ഗോയിങ് അപ്പ്. കാര്യമായിട്ട് ലിക്വിഡിറ്റി വോളിയം ഒന്നും തന്നെ ഇല്ല. മാർക്കറ്റ് ബുള്ളിഷ്നെസ് കാഴ്ചവെക്കുന്ന സമയത്ത് നാച്ചുറലി ഇത്തരം സ്റ്റോക്കിൽ നമുക്ക് ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും. ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യത്തില്ല. കൈവില്ല ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 678 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക.
സാർ അതിനോടൊപ്പം തന്നെ ഐ ടി മേഖലയിലേക്ക് വരികയാണെന്നുണ്ട്. ഐ ടി മേഖലയിൽ ഇപ്പോൾ ഒരു മിഡ് ക്യാപ് സ്പേസിൽ പെട്ടുള്ള തൻല പ്ലാറ്റ്ഫോംസ് സംബന്ധിച്ചാണ് സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി നിലവിൽ 1.48% ഇടിവ് രേഖപ്പെടുത്തി 1179.05 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ജൂലൈയിലായിരുന്നു 52 വീക്ക് ഹൈ റേഞ്ച് ആയിട്ടുള്ള 1317.95 എന്നൊരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത്രയധികം റാലി വന്നിട്ട് പോലും ആ ഒരു ലെവലിലേക്ക് എത്താൻ തൻല പ്ലാറ്റ്ഫോം സാധിച്ചില്ല. പ്രത്യേകിച്ചും മിഡ് ക്യാപ് സ്പേസിലെ മറ്റുള്ള കമ്പനികളെല്ലാം വലിയൊരു മുന്നേറ്റം നടത്തിയപ്പോൾ പോലും ആ റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. തൻലയെ പറ്റി സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ക്വൈറ്റ് ബുള്ളിഷ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനിടെ ഐ തിങ്ക് ഇറ്റ് ഹാസ് ബീൻ അണ്ടർ പെർഫോമിങ്. ആൻഡ് സ്റ്റോക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ നവംബർ മാസത്തിൽ അറൌണ്ട് 920 രൂപ എത്തിയതിന് ശേഷമായിരുന്നു അതിലൊരു നല്ല ബുള്ളിഷ് ബ്രേക്ക്ഔട്ട് കാണാൻ സാധിച്ചത്. ഡിസംബർ മാസത്തിൽ വീണ്ടും ആ സ്റ്റോക്കിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിച്ചു. ബട്ട് യെസ്റ്റർഡേസ് ട്രേഡിംഗ്, ഇന്നലെ ട്രേഡിംഗിൽ സ്റ്റോക്ക് വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ആൻഡ് ഇന്നലത്തെ ആ ശക്തിയെ തുടർന്നായിരുന്നു ഇന്ന് നമുക്ക് വി ആർ സീയിങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഇന്ന് ഈ ഒരു കറക്ഷൻ നമ്മളൊരു ബൈയിങ് അവസരമായിട്ട് ഉപയോഗിക്കണം. 1050 രൂപ നമുക്ക് സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. ആൻഡ് സ്റ്റോക്കിൽ ശക്തമായിട്ട് വീണ്ടും ഒരു ബുള്ളിഷ്നെസ് വരുന്നെങ്കിൽ 1090 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഐ എം സോറി, 1215 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. യെസ് സർ. അതോടൊപ്പം തന്നെ ഓട്ടോ സെക്ടറിൽ നിന്നും ഇന്നിപ്പോൾ ഏറ്റവും അധികം മുന്നേറ്റം കാഴ്ചവെക്കുന്നത് പുതിയൊരു റെക്കോർഡ് ഹൈയിലേക്ക് എത്തിയിട്ടുള്ളത് ഹീറോ മോട്ടോ കോർപ്പിന്റെ സ്റ്റോക്കാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിലവിൽ 4256 എന്നുള്ള ഒരു ലെവലാണ് ഈ ഒരു സ്റ്റോക്ക് ടച്ച് ചെയ്തിരിക്കുന്നത്. ഹീറോ മോട്ടോർ കോർപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ നിഫ്റ്റി ടോപ്പ് ഗെയിനർ പട്ടികയിൽ ആദ്യം തന്നെ നിലവിൽ നിലകൊള്ളുകയുമാണ്. ഈ ഒരു ഹൈ വാല്യുവേഷനിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹീറോ മോട്ടോ കോർപ്പിൽ സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഫ്രം എ ചാർട്ട് പെർസ്പെക്റ്റീവ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ അടുത്ത 2-3 മേജർ ടാർഗറ്റ് സോൺസ് എന്ന് പറയുന്നത് ആദ്യത്തെ 4260 അതിനെ തുടർന്ന് 4360 ആയിരിക്കും. എങ്കിലും ഹീറോ മോട്ടോറിൽ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം മറക്കരുത്. നമ്മൾ കഴിഞ്ഞ ദിവസം പോളിക്യാബിനെ കുറിച്ചൊരു നെഗറ്റീവ് വാർത്ത വായിക്കാൻ ഇടയുണ്ടായി. അതേപോലെ തന്നെ കഴിഞ്ഞ 12-18 മാസത്തിനിടെ ഹീറോ മോട്ടോർ കോർപ്പറേഷന്റെ മാനേജ്മെന്റിന് എഗൻസ്റ്റ് ആയിട്ടും നമ്മൾ ഒത്തിരി നെഗറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. അത്തരം ന്യൂസ് തിരിച്ച് പത്രത്തിലേക്ക് വരുന്ന സമയത്ത് ഈ സ്റ്റോക്കിൽ വലിയ ഇടിവ് കറക്ഷൻ എക്സ്പെക്ട് ചെയ്യാം. സോ ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ. അവസാനമായിട്ട് സാറിനെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ സാറിന്റെ ഫോക്കസിലുള്ള ഓഹരികൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്? എനിക്ക് ഫ്രം എ ട്രേഡിംഗ് പെർസ്പെക്റ്റീവ് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇറ്റ് ഇസ് ലോട്ട് ഓഫ് ദി അഡാനി സ്റ്റോക്സ്. സോ അഡാനി സ്റ്റോക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഒന്ന് വന്നിട്ട് ACC, അഡാനി വിൽമ, അഡാനി ടോട്ടൽ ഗ്യാസ്. ഈ 3 സ്റ്റോക്സിൽ എനിക്ക് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സംസാരിച്ച ആർത്തി ഇൻഡസ്ട്രീസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസ് മേഖലയിലോട്ട് വരുമ്പോഴേക്കും ഭാരത് എർത്ത് മൂവേഴ്സ് ആൻഡ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ആൻഡ് ഭാരത് ഇലക്ട്രോണിക്സ് ആൻഡ് റെയിൽവേ സ്റ്റോക്സ് വരുമ്പോഴേക്കും റെയിൽ ടെല്ലിൽ ഞാൻ ഫോക്കസ് കൊടുക്കുന്നുണ്ടായിരുന്നു.